ഇന്ന് 2026 ജൂലൈ മാസം 14-ാം തീയതി. ഇന്നത്തെ സ്വർണ്ണവില നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുടെയും കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന് 13,090 രൂപയും പവന് 1,04,720 രൂപയുമാണ് വില. 1 ഗ്രാം 24 കാരറ്റ് സ്വർണത്തിന് 14,280 രൂപയും പവന് 1,14,240 രൂപയുമാണ് വില. 1 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന് 10,755 രൂപയും പവന് 86,040 രൂപയുമാണ് വില. സ്വർണം വാങ്ങുന്നതിന് മുമ്പായി സ്വർണത്തിന്റെ പരിശുദ്ധി കൂടി അറിഞ്ഞ് വാങ്ങുക. സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കുന്ന മാനദണ്ഡമാണ് കാരറ്റ് എന്ന് പറയുന്നത്. 24 കാരറ്റ് എന്നത് സ്വർണത്തിന്റെ ഏറ്റവും ഉയർന്ന അളവാണ്. 100% പരിശുദ്ധിയെ 24 ഭാഗങ്ങളായി മാറ്റിയിരിക്കുന്നു. 24 കാരറ്റ് സ്വർണം എന്നത് 99.9% പരിശുദ്ധമായ സ്വർണമാണ്. ഇതാണ് തനിത്തങ്കം എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ മറ്റ് ലോഹങ്ങളൊന്നും തന്നെ അടങ്ങിയിട്ടില്ല. അതിനാൽ ഈ സ്വർണം കൊണ്ട് മറ്റ് ആഭരണങ്ങൾ ഒന്നും തന്നെ നിർമ്മിക്കാൻ കഴിയില്ല. കാരണം ഇത് എളുപ്പത്തിൽ വളഞ്ഞു പോകാനും പൊട്ടിപ്പോകാനും സാധ്യത ഉണ്ട്. അതിനാൽ സ്വർണത്തിലേക്ക് ചെമ്പ്, വെള്ളി, സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ ചേർത്താണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. സ്വർണ്ണ നാണയങ്ങളും ബിസ്ക്കറ്റുകളും നിർമ്മിക്കാൻ 24 കാരറ്റ് സ്വർണമാണ് ഉപയോഗിക്കുന്നത്. 22 കാരറ്റ് സ്വർണം എന്നത് 91.6% സ്വർണമാണ്. ബാക്കി മറ്റ് ലോഹങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിൽ 22 ഭാഗം സ്വർണവും 2 ഭാഗം മറ്റ് ലോഹങ്ങളുമാണ്. ഇതിനെ 916 ഹാൾമാർക്ക്ഡ് സ്വർണം എന്നാണ് വിളിക്കുന്നത്. 18 കാരറ്റ് സ്വർണം എന്നത് 75% പരിശുദ്ധമായ സ്വർണമാണ്. ബാക്കി മറ്റ് ലോഹങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിൽ 18 ഭാഗം സ്വർണവും 6 ഭാഗം മറ്റുള്ള ലോഹങ്ങളുമാണ്. ഡയമണ്ട് പോലുള്ള ആഭരണങ്ങൾ നിർമ്മിക്കാൻ 18 കാരറ്റ് സ്വർണം ഉപയോഗിക്കുന്നു. 14 കാരറ്റ് സ്വർണം എന്നത് 58.3% സ്വർണമാണ്. ഇതിൽ 14 ഭാഗം സ്വർണവും 10 ഭാഗം മറ്റ് ലോഹങ്ങളും അടങ്ങിയിരിക്കുന്നു. സ്വർണത്തിൽ മറ്റ് ലോഹങ്ങൾ ചേരുന്നതനുസരിച്ച് സ്വർണത്തിന്റെ കാഠിന്യം കൂടും. ഒരിക്കലും സ്വർണ്ണാഭരണങ്ങൾ പൊട്ടിപ്പോകില്ല. ഡയമണ്ട്, വിവാഹമോതിരങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. വിലക്കുറവും ബലവുമുള്ളതിനാൽ ഏറെക്കാലം ഇവ ഈടുനിൽക്കുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഇവിടെ സാധാരണക്കാരായ ഉപഭോക്താക്കളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. കുറഞ്ഞ കാരറ്റുള്ള സ്വർണം ഉയർന്ന വിലയ്ക്ക് ചില വ്യാപാരികൾ ഉപഭോക്താക്കൾക്ക് വിൽക്കാറുണ്ട്. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ അതിന്റെ പരിശുദ്ധി നോക്കി വാങ്ങുക. 22 കാരറ്റ് സ്വർണം വാങ്ങുമ്പോൾ 22 CT അല്ലെങ്കിൽ 916 എന്ന മുദ്ര കാണാം. 18 കാരറ്റ് സ്വർണം വാങ്ങുമ്പോൾ 18 CT അഥവാ 750 എന്ന മുദ്ര കാണാം. 14 കാരറ്റ് സ്വർണം വാങ്ങുമ്പോൾ 14 CT അല്ലെങ്കിൽ 585 എന്ന മുദ്ര കാണാം. സ്വർണം വാങ്ങുമ്പോൾ ഓരോ ആഭരണത്തിലും പതിച്ചിരിക്കുന്ന ഈ മുദ്രകൾ പരിശോധിക്കുക. BIS ഹാൾമാർക്ക് ഇല്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ തരുന്ന ബില്ലുകൾ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുക.